മക്കളെ നമ്മൾ ഏറ്റെടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? പെങ്ങളെ വെറുതെയല്ല, പൊന്നുമോളെ, വല്ലാത്ത പ്രതിഫലമാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയുടെ ചരിത്രം അറിയുമോ? ഒരിക്കൽ നബി തങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. തങ്ങളെ നബി തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. പടച്ചവരെ, ഒരിക്കൽ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനൊരു യാത്ര പോകുകയാണ് നബിയേ, ഞാനൊരു യാത്ര പോകുകയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് യാത്ര പറയുകയാണ്. നാളെ നേരം വെളുത്താ ഞാനൊരു യാത്ര പോവുകയാണ്. പടച്ചവനെ, ഒരുങ്ങി വരാൻ നബി തങ്ങൾ പറയുകയാണ്. അല്ലാഹുവേ, അങ്ങനെ സ്വഹാബി പിരിഞ്ഞു പോയി. അന്ന് രാത്രിയിൽ നബി തങ്ങളുടെ മുമ്പിൽ മുഖറബുൽ അംലാക്കും മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നാളെ രാവിലെ യാത്ര പോവുകയാണ്. നല്ലതുപോലെ യാത്രയാക്ക് നബിയേ, സന്തോഷത്തോടെ യാത്രയാക്ക് നബിയേ. ഇനി തിരിച്ചു വരില്ല നബിയേ, അവസാന യാത്രയാണ് നബിയേ, ഇത് അവസാനത്തെ യാത്രയാണ് നബിയേ, ഇനി തിരിച്ചു വരില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നബി തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. കാരണം ദീനിനെ ഒരുപാട് സഹായിക്കുന്ന സ്വഹാബിയാ. നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. നേരം വെളുത്തു, നബി തങ്ങളുടെ മുമ്പിൽ വന്ന് യാത്ര പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് യാത്ര പറഞ്ഞിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് കൂടെ പോയി, നബി തങ്ങൾ കൂടെ പോയി. അവസാനം വാഹനത്തിൽ കേറാ സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂലൊന്ന് കെട്ടിപ്പിടിക്കുകയാ. നബിതങ്ങളൊന്ന് കെട്ടിപ്പിടിച്ചടോ, കാരണം ഇനി തിരിച്ചു വരില്ലല്ലോ. അല്ലാഹുവേ, സ്വഹാബത്തിന് പോലും ചോദിച്ചു, അവസാന യാത്ര പറയുന്നത് പോലെ, എന്തേ നബിയേ, എന്തേ നബിയേ? അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. പടച്ചവനെ, മാസങ്ങളായി, ആഴ്ചകൾ കഴിഞ്ഞു. ഒരിക്കൽ മസ്ജിദ് നബവിയിൽ നബിതങ്ങൾ ഇരിക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ മുമ്പിലേക്ക് ചിരിക്കുന്ന മുഖത്തോടെ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, നബിതങ്ങളോട് സലാം പറഞ്ഞുകൊണ്ട് ജീവനോടെ കേറി വരികയാ. നബിതങ്ങൾക്ക് വലിയ സന്തോഷമായടോ. ജിബ്രീൽ മരിക്കുമെന്ന് പറഞ്ഞ സ്വഹാബിയാണ് ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നത്. നബിതങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീലേ, നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നല്ലോ, എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളും കൂടെയുള്ളവരും പടച്ചവനെ യാത്രയിൽ ഇങ്ങനെ പോയപ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോ വല്ലാത്ത ക്ഷീണമായി. അവർക്കെല്ലാവർക്കും യാത്രയുടെ ക്ഷീണമായി. പടച്ചവനെ, അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. അപ്പൊ ഒരു ചെറിയ വീട് കാണുകയാണ്. സ്വഹാബത്ത് പടച്ചവനെ ആ വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് ഞങ്ങൾ ഭക്ഷണം വെക്കാനുള്ള സൗകര്യം ചോദിച്ചു. ആ സമയത്തൊരു പ്രായമായ ഉമ്മ എവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്താ, ഭക്ഷണം വെക്കാനുള്ള സൗകര്യം ചെയ്തു തരുമോ? ആ മാതാവ് പറഞ്ഞു, ഭക്ഷണം ഞങ്ങൾ വെച്ച് തരാം, നിങ്ങൾ പോയി റെസ്റ്റ് എടുക്ക. പടച്ചവനെ, അങ്ങനെ സ്വഹാബത്ത് മുഴുവനും പോയി കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞ് സ്വഹാബത്ത് എഴുന്നേൽക്കുമ്പോ സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുകയാണ്. യഥാ സ്വഹാബത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, ആ പ്രായമായ ഉമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇത്രയും ഭക്ഷണം വെക്കാൻ പറ്റൂല. ആ ഉമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇത്രയും ഭക്ഷണം വെക്കാൻ പറ്റൂല. വേറെ ആരോ ആ വീടിന്റെ അകത്തുണ്ട്, വേറെ ആരോ ആ വീടിന്റെ അകത്തുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇങ്ങനെ സംശയം പറഞ്ഞപ്പോ ആ ഉമ്മാടെ വീടിന്റെ മുമ്പിൽ ചെന്നു. ഉമ്മാ, ആരാ
ഉമ്മ ഈ ഭക്ഷണം തയ്യാറാക്കിയത്. ആ സമയത്ത് ആ ഉമ്മ പറയുകയാണ്, എനിക്ക് യതീമായ 2 മക്കളുണ്ട്, എനിക്ക് യതീമായ 2 മക്കളുണ്ട്, വിവാഹപ്രായം കഴിഞ്ഞവരാണ്, അവരുടെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ യതീമായ മക്കള്. അവിടെന്ന് പറഞ്ഞു, ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ ആ ബർക്കത്ത് കൊണ്ടെങ്കിലും അല്ലാഹു ഞങ്ങൾക്കൊരു ജീവിതം തന്നാലോ. എന്റെ മക്കളാണ് ഭക്ഷണം വെച്ച് തന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. വിവാഹപ്രായം കഴിഞ്ഞ 2 പെൺമക്കൾ വീടിന്റെ അകത്തിരിക്കുകയാണ്. ആ മക്കൾ യതീമായ മക്കളാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ, ആരാ ഈ പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കുന്നതാരാ? ഈ പെൺമക്കളെ വിവാഹം കഴിക്കുന്നതാരാ? വേണ്ടത് ഞാൻ തരാ, എന്റെ സമ്പത്ത് തരാ. യതീമായ മക്കളെ വിവാഹം കഴിക്കുന്നവർക്ക് ഞാൻ സമ്പത്ത് തരാ. പടച്ചവനെ, അങ്ങനെ 2 സ്വഹാബികൾ വിവാഹം കഴിക്കുകയാണ്. വേണ്ടത് മുഴുവൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കൊടുത്തടോ. പെങ്ങളെ, അപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ റൂഹ് പിടിക്കാൻ ഇറങ്ങി വരികയാ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ ഇറങ്ങി വരികയാ. അപ്പോഴാണ് യതീമായ 2 പെൺകുട്ടികൾ വീടിന്റെ അകത്തിരുന്നിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാ, ഞങ്ങളെ സഹായിച്ച, ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന ഈ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈ മനുഷ്യനെ നീ കൈവിടല്ലേ അല്ലാ. യതീമായ 2 പെൺകുട്ടികൾ വീടിന്റെ അകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോ അല്ലാഹു പറഞ്ഞു, അസ്റായീലേ, തിരിച്ചു വാ അസ്റായീൽ. അവിടുന്ന് തിരിച്ചു വിളിക്കുകയാണ്. അല്ലാഹു ആയുസ് നീട്ടിക്കൊടുത്തു. പെങ്ങള്, യതീമായ 2 പെൺമക്കൾക്ക് വിവാഹം കഴിക്കാൻ സഹായം കൊടുത്തപ്പോ അല്ലാഹുവേ, ആ സ്വഹാബിയുടെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ആ സ്വഹാബി പിന്നെ ഒരുപാട് കാലം ജീവിച്ചടോ. ഈ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, അധികാരം ഇഷ്ടപ്പെടുന്നവരുണ്ടടോ, അധികാരം മോഹിക്കുന്നവരുണ്ടടോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ ചരിത്രം നിങ്ങൾക്കൊരു പാഠമാണോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ നബി തങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. നബി തങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുമ്പോ പല കാര്യങ്ങളും ചോദിച്ചിരുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോടാണ്. പല കാര്യങ്ങളും അവിടെ നിന്ന് ചോദിച്ചത്. അവസാനം അബൂബക്കർ തങ്ങളുടെ മരണമെടുത്തപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ഖലീഫയാക്കാം, നിന്നെ ഞാൻ ഖലീഫയാക്കാം, നിന്നെ ഇസ്ലാമിന്റെ ഖലീഫയാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, എനിക്കതിനുള്ള അവകാശമില്ല, എനിക്കതിനുള്ള അർഹതയില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമറിന്റെ പേര് പറയണം, ഖലീഫയായിട്ട് ഉമറിന്റെ പേര് പറയണം, എനിക്കതിനുള്ള അർഹതയില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുകയാണ്, അതാ ഉമറിന്റെ പേര് പറയാൻ. അങ്ങനെ ഉമർ തങ്ങൾ, അതാ അബൂബക്കർ തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഉമർ തങ്ങളുടെ പേര് പറഞ്ഞു. 2ാമത്തെ ഖലീഫയായി ഉമർ തങ്ങൾ അധികാരമേറ്റു. പടച്ചവനെ, ഉമർ തങ്ങളും മരണമെടുത്തപ്പോ 6 പേരുടെ പേരെഴുതി വെച്ചു. 2 അടുത്ത ഖലീഫയാകാൻ അർഹതയുള്ള 6 പേരുടെ പേരെഴുതി വെച്ചു. ആ 6 പേരിൽ 1ാമത്തെ സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാ. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി പുതിയ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചാടി എഴുന്നേറ്റിട്ട് ഓടിച്ചെന്ന് ഉസ്മാൻ തങ്ങളുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഖലീഫയാകാനുള്ള അർഹത ഉസ്മാനിനാണ്, തന്റെ പേര് പറയാതിരിക്കാൻ.
തന്റെ പേര് പറയാതിരിക്കാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ആദ്യം തന്നെ ചാടി എഴുന്നേറ്റ് പോയി ഉസ്മാൻ തങ്ങളുടെ കൈപിടിച്ചോ. ഉസ്മാനാണ് അർഹത. അങ്ങനെ ഉസ്മാൻ തങ്ങൾ ഖലീഫയായി. പടച്ചവനെ, അവസാനം ഉസ്മാൻ തങ്ങൾ രോഗങ്ങൾ പിടിച്ചു മരണമടുത്തെന്ന് മനസ്സിലാകുമ്പോ ഉസ്മാൻ തങ്ങൾ എഴുതി വെക്കുകയാണ്. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് എഴുതി വെക്കുകയാണ്, അല്ലാ, അടുത്ത ഖലീഫയാകാൻ അടുത്ത ഖലീഫയുടെ പേരെഴുതി വെക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഖലീഫയാക്കണമെന്ന് ഉമർ തങ്ങൾ എഴുതി, അതാ ഉസ്മാൻ തങ്ങൾ എഴുതി വെക്കുകയാണ്. റബ്ബേ, ഈ വാർത്ത അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് ആ എഴുതിയ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, അടുത്ത ഖലീഫ നിങ്ങളാ, അടുത്ത ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫ നിങ്ങളാ, നിങ്ങളുടെ പേര് ഉസ്മാൻ തങ്ങൾ എഴുതി വെച്ചെന്ന് പറയുമ്പോ അല്ലാഹുവേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിന്റെ മുറ്റത്ത് ചെന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാഹ്, ഉസ്മാൻ തങ്ങൾ അടുത്ത ഖലീഫയായി എന്റെ പേരെഴുതി വെച്ചിരിക്കുന്നു റബ്ബേ, എനിക്കതിനുള്ള അർഹതയില്ല റബ്ബേ, എനിക്കതിനുള്ള അർഹതയില്ല റബ്ബേ. അതുകൊണ്ട് നാദാ, ഉസ്മാൻ തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കണേ അല്ലാഹ്. അധികാരം പേടിച്ചടോ, അധികാരം പേടിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നിനക്ക് കണക്ക് പറയണമെന്നുള്ള ഭയം കാരണം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അവിടെ നിന്ന് മുത്തുനബിയുടെ റൗളയുടെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് ഉസ്മാൻ തങ്ങൾ മരിക്കുന്നതിന് മുമ്പേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ലോകത്തോട് വിട പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ ഞാനിത് പറഞ്ഞതെന്നറിയോ? അവനവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, അവനവന്റെ സ്ഥാനമാനങ്ങൾ കിട്ടാൻ തങ്ങന്മാരെ കുറ്റപ്പെടുത്തുന്നവരുണ്ടടോ, സയ്യിദന്മാരെ പരിഹസിക്കുന്നവരുണ്ടടോ, ആലിമീങ്ങളെ നാണം കെടുത്തുന്നവരുണ്ടടോ. വേണ്ട സഹോദരാ, അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിന്റെ രക്തമാ, മുത്തുനബിയുടെ കുടുംബമാ, സയ്യിദന്മാരാരാകട്ടെ, അത് പാണക്കാട് തങ്ങന്മാരാകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള തങ്ങന്മാരാകട്ടെ, എല്ലാവരും അഹ്ലു ബൈത്താ, എല്ലാവരും തങ്ങന്മാരാ. മക്കളെ, കളിക്കല്ലേ, നാണം കെടുത്തല്ലേ, തോന്നിവാസം പറയല്ലേ. അവസാനം ഇന്ന് നിന്റെ കൂടെ നിൽക്കാൻ എല്ലാവരും ഉണ്ടാകും ചെറുപ്പക്കാരാ. അവസാനം നിനക്ക് തിരിയുന്ന ഒരു സമയമുണ്ടടോ. കാബുലുൽ അർവാഹു മലക്ക് അസ്റായീൽ നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ടടോ. തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കാൻ നോക്കുന്ന സമയത്ത് നിന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെന്ന ആഗ്രഹത്തോടെ അത് പറയാ ശ്രമിക്കുമ്പോ നിന്റെ നാവ് പൊങ്ങില്ല വാപ്പാ, നിന്റെ നാവ് പൊങ്ങില്ല ചെറുപ്പക്കാരാ. കാരണം മുത്തുനബിയുടെ കുടുംബത്തെയാ നീ കളിയാക്കിയത്, സയ്യിദന്മാരെയാണ് കുറ്റം പറഞ്ഞത്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങള്. വേണ്ടടോ, കുറ്റപ്പെടുത്തല്ലേ. ഈ ദറസിൽ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമിന് പോലും ബഹുമാനമുണ്ടടോ, അവനെ ബഹുമാനിക്കടേ. ഒരു മുത്തഅല്ലിം കുഞ്ഞാണെന്ന് പറഞ്ഞവനെ നിസാരമാക്കരുത്. അവന്റെ മനസ്സ് വേദനിപ്പിച്ചാ
പോലും പടച്ച റബ്ബ് വെറുതെ വിടൂല. അതുകൊണ്ട് സഹോദരങ്ങള്, എല്ലാവരെയും ആദരിക്കാൻ പഠിക്ക്, എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്ക്, എല്ലാവരെയും സ്നേഹിക്കാൻ പഠിച്ച് എല്ലാവരും ഐക്യത്തോടെ ഒരുമിച്ച് നിൽക്ക്. എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരാണല്ലോ, ആദർശം മുറുകെ പിടിക്കുന്നവരാണല്ലോ. അൽഹംദുലില്ലാഹ്, 100-ാം വാർഷികം വരികയാ. സമസ്തയുടെ 100-ാം വാർഷികം വരുമ്പോ പടച്ചവരെ സുന്നികൾ ഒരുമിച്ച് കൂടേണ്ടതാണല്ലോ. കാസർഗോഡ് കുണിഞ്ചയിൽ കോടി ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിക്കുമ്പോ സയ്യിദന്മാരും പണ്ഡിതന്മാരും ആലിമീങ്ങളും ഹാഫിളീങ്ങളും സംഘടനകളും പാർട്ടികളും മറന്നിട്ട് അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്ന സുന്നത്തിന്റെ അഹ്ലുകാര് പടച്ചവരെ കാസർഗോഡ് ഒരുമിച്ച് കൂടുമ്പോ ആ മജ്‌ലിസിൽ പങ്കെടുക്കാൻ തയ്യാറാക്. അതിനുവേണ്ടി പരിശ്രമിക്ക്, അതിന്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യ്. അവസാനം അല്ലാഹ് 8-ാം തീയതി വൈകുന്നേരം അവസാനിക്കുമ്പോ അല്ലാഹുവേ ആരൊക്കെ ഇതിനു വേണ്ടി പരിശ്രമിച്ചോ നീ അവർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുമ്പോ അതിനകത്തൊരു ആമീൻ വേണ്ടേ, അതിനകത്തൊരു നിമിഷമെങ്കിലും ചെലവഴിച്ചവരാകണ്ട്. അതിനു വേണ്ടി പരിശ്രമിക്ക്, എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്ക്. അതുകൊണ്ട് എന്റെ പ്രിയ